ചോദ്യപേപ്പർ ചോർച്ച വിവാദത്തിനിടെ വീണ്ടും യൂട്യൂബ് ലൈവുമായി MS സൊല്യൂഷൻസ്. ക്രിസ്മസ് പരീക്ഷയുടെ സാധ്യതാ ചോദ്യങ്ങളടങ്ങിയ ചോദ്യങ്ങളുമായിട്ടാണ് സിഒയുടെ യൂട്യൂബ് ലൈവ്. സർക്കാരിനെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിനെയും നിയമപാലകരെയും ബഹുമാനിച്ചാണ് മുന്നോട്ട് പോകുന്നതെന്നും സിഒ പറയുന്നു. കുറച്ചു ദിവസം ചാനൽ നിർത്തിവെച്ചത് മൗനം പാലിക്കേണ്ടതുകൊണ്ടാണ്. ആരോപണങ്ങളെല്ലാം സത്യമല്ല, ചിലതൊക്കെ സത്യമാണ്. പോലീസെല്ലാം കൃത്യമായി അന്വേഷിക്കുന്നുണ്ട്, അതിനുവേണ്ടിയാണ് കാത്തിരിക്കുന്നതെന്നും MS സൊല്യൂഷൻ സിഇഒ ഷുഹൈബ് വിശദീകരിച്ചു. അതേസമയം ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണം ആരംഭിച്ച ക്രൈംബ്രാഞ്ച് സംഘം പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്നുള്ള വിവരങ്ങൾ പരിശോധിച്ച ശേഷം FIR രജിസ്റ്റർ ചെയ്യാം എന്ന നിലപാടിലാണ്. കോഴിക്കോട് ക്രൈംബ്രാഞ്ച് SP KK മൊയ്തീൻകുട്ടിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. സുനോജ് തോമസ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സുനോജ് തോമസ്, പഠിക്കുന്ന സമയത്ത് കെമിസ്ട്രിയൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് പുറത്തിറങ്ങിയിരിക്കുന്ന ചോദ്യങ്ങളൊക്കെ എത്രത്തോളം വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് സിനോജ്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ആയിരിക്കും. ഞാൻ വിചാരിക്കും ഈ കാലത്ത് പഠിച്ചാൽ എന്ത് സുഖമായിരുന്നു. കാരണം പരീക്ഷയുടെ തലേന്ന് രാത്രി ചോദ്യങ്ങളൊക്കെ യൂട്യൂബിൽ കിട്ടും, അത് നോക്കി നാളെ പോയി പരീക്ഷ എഴുതുന്നു, കുട്ടികളൊക്കെ തന്നെ ഹാപ്പി ആകുന്നു. അതിൻ്റെ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഇന്നലെ MS സൊല്യൂഷൻ നടത്തിയ ആ യൂട്യൂബ് ലൈവ് ഉണ്ടല്ലോ, ഇന്നലെ വൈകുന്നേരം 7:30 എന്ന് പറഞ്ഞു, ഒരു 8:15 തുടങ്ങുന്നത്, രാത്രി 10 മണി വരെ ഉണ്ടായിരുന്നു, 2 മണിക്കൂർ ഉണ്ടായിരുന്നു. 1,00,000-ലധികം കുട്ടികളാണ് അതിൽ ലൈക്ക് അടിച്ചിരിക്കുന്നത് ആ ഒറ്റ വീഡിയോയ്ക്ക്. അതായത് അത്രയധികം ആളുകൾ ആ വീഡിയോ കാത്തിരിക്കുകയാണ്. കാരണം ഇന്ന് കെമിസ്ട്രി പരീക്ഷയാണ്, വരാൻ പോകുന്ന ചോദ്യങ്ങൾ 20 പക്ക ഷുവർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവചനം നടത്തിയിരിക്കുന്നത്, ഷുഹൈബ് നടത്തിയിരിക്കുന്നത്. അങ്ങനെ ഇതിനു മുൻപ് നടത്തിയ ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് തന്നെയാണ് വിവാദമായത്. അതായത് ക്രമനമ്പർ പോലും തെറ്റാതെ ചോദ്യങ്ങൾ പ്രവചിച്ചു എന്നാണ് അവർക്കെതിരെയുള്ള ആരോപണം. ഇന്നും അതേപോലെ തന്നെ നടക്കാൻ പോകുന്ന പരീക്ഷയുടെ 20 ചോദ്യങ്ങളാണ് ഇന്നലെ പ്രവചിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കുട്ടികളൊക്കെ തന്നെ കാത്തിരിക്കുകയാണ്. കാരണം നാളെ എഴുതാൻ പോകുന്ന പരീക്ഷയുടെ ചോദ്യങ്ങൾ തലേന്ന് കിട്ടുവാണെങ്കിൽ ആരാണ് സന്തോഷവാന്മാരായിരിക്കുമല്ലോ. അങ്ങനെയാണ് കുട്ടികളൊക്കെ തന്നെ ഇതിൻ്റെ പുറകെ പോകുന്നത്. അങ്ങനെ അത് മാത്രമല്ല, ഈ വിവാദങ്ങളുണ്ടല്ലോ, അത് ഷുഹൈബിന് ഒരു വളർച്ചയുണ്ടായി എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇന്നലെ 2 പുതിയ യൂട്യൂബ് ചാനലിലൂടെ ഷുഹൈബ് തത്സമയം പ്രഖ്യാപിക്കുകയും ചെയ്തു, 8-9 ക്ലാസ്സുള്ള യൂട്യൂബ് ചാനൽ. അങ്ങനെ ഷുഹൈബ് തൻ്റെ ബിസിനസ് ഒരു ഭാഗത്ത് വളർത്തിക്കൊണ്ട് പോവുകയാണ്. 2 ദിവസം മുൻപാണ് MS സൊല്യൂഷൻ്റെ യൂട്യൂബ് ചാനൽ നിർത്തിവെച്ചുകൊണ്ട് ഈ CEO ഷുഹൈബ് തന്നെ പ്രഖ്യാപനം നടത്തിയത്. കാരണം വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ അന്വേഷണവുമായി സഹകരിക്കും, ഇനി താൽക്കാലികമായി വീഡിയോ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ തന്നെ പറഞ്ഞാണ് വീഡിയോ അവസാനിപ്പിച്ചത്. പക്ഷേ ഇന്നലെ രാത്രി വീണ്ടും വീഡിയോയുമായി രംഗത്ത് വന്നു. വീഡിയോ ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല, പക്ഷേ ഈ വരുന്ന പരീക്ഷയിലെ ചോദ്യക്കടലാസിലെ ചോദ്യങ്ങൾ അതേപോലെ പ്രവചിക്കുന്നതാണ് വിവാദങ്ങൾക്ക് കാരണമാകുന്നത്. ഏതായാലും ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. ഇവരൊക്കെ തന്നെ ചോദ്യം ചെയ്യുന്നത് പതുക്കിയായിരിക്കും. ആദ്യം വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കും. ഈ ചോദ്യങ്ങൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത്, എത്ര സെറ്റ് ചോദ്യം തയ്യാറാക്കുന്നത്, അത് എന്നാണ് സ്കൂളിലേക്ക് കൊടുക്കുന്നത്, പരീക്ഷയുടെ എത്ര മണിക്കൂർ മുൻപാണ് ഈ ചോദ്യക്കടലാസ് തുറന്നു നോക്കുന്നത്, തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച ശേഷം മാത്രമായിരിക്കും ഈ യൂട്യൂബ് ചാനൽ മൊഴിയെടുക്കാൻ വേണ്ടി പോവുക. ഇന്നലെയും ഷുഹൈബ് ഈ തത്സമയ ഈ ചോദ്യങ്ങൾ പ്രവചിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു, താൻ മാത്രമല്ല, തൻ്റെ ചാനൽ മാത്രമല്ല, മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇതേ രീതിയിൽ തന്നെ യൂട്യൂബിൽ ഇത് പ്രവചനം നടത്തുന്നുണ്ടെന്ന് പറയുന്നു. ഇന്നലെ നമ്മൾ വാർത്ത പുറത്തുവിട്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു അധ്യാപന വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. MS സൊല്യൂഷൻ ഈ ചോദ്യങ്ങൾ പകർത്തത് മറ്റ് യൂട്യൂബ് ചാനലുകളിൽ നിന്നാണ്. അങ്ങനെ 2-3 ചാനലുകളുണ്ട്, അവയിൽ പോയ ശേഷമാണ് ഞങ്ങൾ ഈ വീഡിയോ തയ്യാറാക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നലെയും അതുപോലെ തന്നെ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നേരത്തെ വൈകിട്ടോടുകൂടി തന്നെ വീഡിയോ പുറത്തുവിട്ടിരുന്നു. അതിനുശേഷം 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് MS സൊല്യൂഷൻ വീഡിയോ തയ്യാറാക്കി പുറത്ത് തത്സമയം വിട്ടിരിക്കുകയും ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ഓണപരീക്ഷയ്ക്കും സമാനമായ പരാതികൾ വന്നിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ മലപ്പുറത്ത് നിന്ന് പോലീസ് ഈ ഷുഹൈബിനെ വിളിച്ചു വരുത്തി മൊഴിയെടുത്തിരുന്നുവെന്നാണ് ഷുഹൈബ് ഇന്നലെയും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അന്വേഷണവുമായി സഹകരിക്കും, ഇത്തവണയും ചോദ്യം ചെയ്യാൻ വിളിച്ചു കഴിഞ്ഞാൽ സഹകരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്നലെ ഈ MS സൊല്യൂഷൻസിന്റെ ലൈവിൽ അതിന്റെ CEO പറഞ്ഞൊരു പ്രതികരണമുണ്ട്, നമുക്കൊന്ന് കേട്ടുവരാം. എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ വാർത്തകൾ എന്ത് തന്നെയാണെങ്കിലും അതിന് കൃത്യമായ ഒരു നിയമ സംഹിതമുണ്ട്, ഒരു നിയമ പാലകരുണ്ട്. കൃത്യമായിട്ട് ഓരോന്നും അക്ഷരം പ്രതി നമ്മുടെ സർക്കാരിനോടും പൊതുവിദ്യാഭ്യാസ വകുപ്പിനെയും റെസ്പെക്ട് ചെയ്തുകൊണ്ട്, നിയമപാലകരെയും റെസ്പെക്ട് ചെയ്തുകൊണ്ട് കൃത്യമായ ഒരു നിലപാടിലൂടെയാണ് MS സൊല്യൂഷൻസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. യെസ്, തീർച്ചയായിട്ടും MS സൊല്യൂഷൻ ചാനൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമുക്കൊരു മൗനം പാലിക്കേണ്ടതുണ്ട്, നിശബ്ദത പാലിക്കേണ്ടതുണ്ട്. ചെയ്യാത്ത തെറ്റുകൾക്ക് വേണ്ടി നമ്മൾ ഇരകളായി മാറുമ്പോൾ തീർച്ചയായിട്ടും മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുടെ കുത്തക അഴിഞ്ഞാട്ടത്തിലായിരുന്നു MS സൊല്യൂഷൻ ഉണ്ടായിരുന്നത്. പ്രവാചകന്മാരൊക്കെ ഇങ്ങനെ ഇറങ്ങിയ പരീക്ഷ എന്നുള്ളത് എന്തിനാണാവൂ എന്നൊരു ചോദ്യം ഉണ്ടാവുമല്ലോ. പരീക്ഷയ്ക്ക് വിദ്യാർത്ഥികൾ ഇരുന്ന് പഠിക്കുക, ആ പഠിച്ചിട്ട് എഴുതുന്ന പരീക്ഷ എഴുതുക എന്നതിനും അപ്പുറത്തേക്ക് ഇങ്ങനെ ഈ പിൻവാതിലിലൂടെയുള്ള ശ്രമങ്ങൾ നടത്തുന്നത് ശരിയാണോ എന്നുള്ളതാണ് ചോദ്യം. സുനോജെ, ഇതിൽ ഈ പ്രവാചകന്മാർക്ക് പിഴച്ചുപോയത് കിട്ടിയ ആക്രാന്തത്തിൽ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് അതേപടി ക്വസ്റ്റ്യൻ നമ്പർ പോലും മാറ്റാതെ ഇട്ടു എന്നതല്ലേ യഥാർത്ഥത്തിൽ പിഴച്ചു പോകാനുള്ള കാരണം?
കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പല ഏജൻസികളും ഇത്തരത്തിലുള്ള നമ്പറുകളൊക്കെ ഇറക്കുന്നുണ്ട്. സർക്കാർ സംവിധാനത്തിൽ പ്രത്യേകിച്ച് ചില അധ്യാപകരെയൊക്കെ ചാക്കിട്ട് പിടിച്ച് ഈ പരിശീലന ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നവരുടെ അടുത്ത് നിന്ന് ചോദ്യങ്ങളൊക്കെ അടിച്ചു മാറ്റി യൂട്യൂബിലൊക്കെ ഇടുകയും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയൊക്കെ ചെയ്യുന്ന നമ്പറുകൾ പണ്ടേ ഇറക്കിയതാണ്. പക്ഷേ ചോദ്യപേപ്പർ ക്രമനമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് പബ്ലിഷ് ചെയ്തു എന്നതിൽ പറ്റിപ്പോയ പാളിച്ചയാണെന്ന് തോന്നുന്നു അല്ലേ ഇപ്പോൾ പ്രശ്നം ഇത്ര സങ്കീർണമാക്കിയത്? അരുകുമാർ അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ അത് അന്വേഷണത്തോടെ കണ്ടെത്തണം. ഇംഗ്ലീഷ് പരീക്ഷയാണ് ഏറെ വിവാദമായത്. ക്രമനമ്പർ പോലും തെറ്റാതെ ചോദ്യങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ഇംഗ്ലീഷ് പരീക്ഷയുടെ കാര്യത്തിലാണ് വിവാദമായത്. ഹിന്ദി പരീക്ഷയും ബയോളജിയൊക്കെ തന്നെ അവർക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല എന്ന് ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. ഏതായാലും വാർത്തകളിൽ കാണുന്നത് അല്ല സത്യമെന്നാണ് ഷുഹൈബ് പറയുന്നത്. അവർ ഒരു പ്രവചനം നടത്തുന്നു. എക്സ്പേർട്ട് ആയിട്ടുള്ള അധ്യാപകർ, റിട്ടയർഡ് അധ്യാപകരൊക്കെ തന്നെ ഉണ്ടെന്നൊക്കെ തന്നെ പറയുന്നു. പക്ഷേ റിട്ടയർഡ് അധ്യാപകർ ചോദ്യം ചോർത്തി കൊടുത്തുന്ന രീതിയിൽ വാർത്തകൾ വന്നിരുന്നു. അതും സത്യമല്ലെന്ന് ഷുഹൈബ് പറയുന്നുണ്ട്. പക്ഷേ ഈ മേഖലയുമായി ബന്ധപ്പെട്ട അധ്യാപകരൊക്കെ തന്നെ പറയുന്നത് ഇത് ചോദ്യക്കടലാസ് സ്കൂളിലേക്ക് വരുമല്ലോ. സ്കൂളിലേക്ക് വരുന്ന സമയത്ത് ഉദാഹരണത്തിന് തിങ്കളാഴ്ച നടക്കേണ്ട പരീക്ഷ അന്ന് രാവിലെയാണ് അത് പൊട്ടിക്കേണ്ടത്. പക്ഷേ ചില അധ്യാപകരെ എളുപ്പപ്പണിയാക്കാൻ വേണ്ടി തലേന്നോ അല്ലെങ്കിൽ വെള്ളിയാഴ്ചയോ അത് പൊട്ടിച്ച് എല്ലാം സെറ്റ് ചെയ്ത് വെക്കും, എണ്ണിപ്പെറുക്കി സെറ്റ് ചെയ്ത് വെക്കും. ആ സമയത്ത് വേണമെങ്കിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുക. അതൊരു സാധ്യത മാത്രമാണ്. അത് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലാണ് കണ്ടെത്തേണ്ടത്. അങ്ങനെയാണ് ചോദ്യങ്ങൾ ചോരാൻ സാധ്യതയെന്ന് പറയുന്നു. അതിൻ്റെ വസ്തുത ഏതാണെന്ന് നമുക്കും അറിയില്ല. ഏതായാലും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നു എവിടെ നിന്നാണ് ഈ ചോദ്യം ചോർന്നതെന്ന് അന്വേഷിക്കുന്നു. വിദ്യാഭ്യാസ വകുപ്പ് തന്നെ ചോദ്യം ചോർന്നിട്ടുണ്ടെന്ന് പരസ്യമായിട്ട് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അത് ആരാണ് ചോർത്തിയത്, എം എസ് സൊല്യൂഷൻ ചോർത്തിയെന്ന് നമ്മളും പറയുന്നില്ല. ഇനി അവർ പറയുന്ന പോലെ മറ്റേതെങ്കിലും യൂട്യൂബ് ചാനൽ വന്നത് അവർ കണ്ട് കോപ്പി അടിച്ച് അത് ബൈ ചാൻസിന് ഓർഡർ ചെയ്ത് കൊടുത്ത സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന രീതിയിൽ ഓർഡറായി പോയതാണെന്നും പറയാനും കഴിയില്ല. ഏതായാലും അന്വേഷണം നടത്തേണ്ടതാണ്. ഇത് മാത്രമല്ല മറ്റ് സ്ഥാപനങ്ങളും ഇതേ രീതിയിൽ തന്നെ യൂട്യൂബിൽ പരിധിയാൽ കാണാം. നിരവധി വിദ്യാഭ്യാസ യൂട്യൂബ് ചാനലുകൾ ഇതേ രീതിയിൽ തന്നെ പ്രവചനം, അതായത് പരീക്ഷയുടെ തലേന്നും പരീക്ഷയുടെ പുലർച്ചയും വരെ വീഡിയോസ് ചെയ്യുന്നുണ്ട്. കുട്ടികൾ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഏതായാലും ക്രൈംബ്രാഞ്ച് അന്വേഷണം കൃത്യമായി നടക്കേണ്ടത്. AYF സമരം നടത്തിയപ്പോൾ പറഞ്ഞു ഈ യൂട്യൂബ് ചാനലിലെ ഏറ്റവും അവസാനത്തെ കണ്ണിയാണ്, ഇതിന്റെ ആദ്യത്തെ കണ്ണിയാണ് പിടിക്കേണ്ടത്. എവിടെ നിന്നാണ് ചോദ്യം ചോരുന്നത് അതാണ് ആദ്യം പിടിക്കേണ്ടതെന്നാണ് CPIയുടെ യുവജന സംഘടന AYF പറഞ്ഞിരിക്കുന്നത്. അവരും പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ലൈജു സമൂൽ പറയുന്നു നമ്മുടെ കാലത്തൊന്നും ഇതുപോലൊരു പ്രവാചകനെയും കണ്ടിട്ടില്ലല്ലോപ്പാ എന്ന് പറയുന്നുണ്ട് ലൈജു. പ്രവാചകന്മാർ പല ഘട്ടങ്ങളിലും ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത്ര വ്യാപകമായി സാങ്കേതികവിദ്യ വികസിച്ച ഘട്ടത്തിൽ പരക്കെ ചോർത്തപ്പെടുന്നത് ഇതാദ്യമായിട്ടാണ് എന്ന് തോന്നുന്നു. എന്തായാലും അക്കാര്യത്തിൽ സർക്കാർ ഇപ്പോൾ ഗൗരവത്തിൽ തന്നെയാണ് അന്വേഷണം. പ്രതിപക്ഷവും നിലപാട് കടുപ്പിച്ചാണ്. ഇതൊക്കെ നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ വിശ്വാസ്യതയെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ആത്മാർത്ഥമായി പഠിച്ചാണ് പോകേണ്ടത്. ഷോർട്ട് കട്ടുകളിലൂടെ പോകാൻ താല്പര്യമുള്ളവരായി വിദ്യാർത്ഥികളെ മാറ്റരുത് എന്ന് മാത്രമാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അത് ഈ ചാനൽ നടത്തുന്നവരോടും അതേപോലെ ചോർത്തി കൊടുക്കുന്നവരോടും ഈ സ്വകാര്യ വിദ്യാഭ്യാസ മാഫിയ, പരീക്ഷാ മാഫിയകളോടും നമുക്ക് പറയാനുള്ളത് മാത്രമാണ്.